നമസ്കാരം. പ്ലസ് ടു അക്കൗണ്ടൻസിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ അക്കൗണ്ടിംഗ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യേണ്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെ പറ്റിയാണ്. 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്നാമത്തേത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിനെ പറ്റിയാണ്. ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ അക്കൗണ്ടിങ് ഇയർ. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഒരു വർഷത്തെ ഇൻകവും എക്സ്പെൻഡിച്ചറും ഒരു സമ്മറി സ്റ്റൈലിൽ എഴുതി വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ കേസ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. സാധാരണ പ്രോഫിറ്റ് സീക്കിംഗ് ഓർഗനൈസേഷൻസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഒരു വർഷം ബിസിനസ് നടത്തിയിട്ട് ലാഭമാണോ നഷ്ടമാണോ എന്നറിയാനാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരമായി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി റവന്യൂ ഐറ്റംസ് ആൻഡ് ദ ബാലൻസ് അറ്റ് ദ എൻഡ് റെപ്രസെൻറ്റ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ക്യാപിറ്റൽ ഐറ്റംസും റവന്യൂ ഐറ്റംസും റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നും റവന്യൂ ഐറ്റംസ് മാത്രം എഴുതി വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അറ്റ് ദ എൻഡ് റെപ്രസെൻറ്റ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ലാഭമോ നഷ്ടമോ കിട്ടുന്നത് പോലെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഒന്നുകിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും നമുക്ക് ലഭ്യമാവുക. ഓൾ ദ റവന്യൂ ഐറ്റംസ് റിലേറ്റിംഗ് ടു ദ കറണ്ട് പീരീഡ് ആർ ഷോൺ ഇൻ ദിസ് അക്കൗണ്ട്. ഈ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് ആണ് എഴുതി വെക്കുക എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കറണ്ട് പീരീഡിലെ റവന്യൂ ഐറ്റംസ് മാത്രമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതി വെക്കുക. നേരത്തെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഈ വർഷം കിട്ടിയതും കഴിഞ്ഞ വർഷത്തേത് ഈ വർഷം കിട്ടിയാലും അടുത്ത വർഷത്തേത് ഈ വർഷം കിട്ടിയാലും ഒക്കെ നമ്മൾ എഴുതി വെച്ചിരുന്നു. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കറണ്ട് ഇയറിൽ കിട്ടിയ ഐറ്റംസ് മാത്രമേ നമ്മൾ എഴുതി വെക്കുന്നുള്ളൂ. സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1, അണ്ടർസ്റ്റാൻഡ് ദ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തെറോലി. നമുക്ക് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അത് വളരെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റവന്യൂ റെസീറ്റ് ഉണ്ടാവാം, ക്യാപിറ്റൽ റെസീറ്റ് ഉണ്ടാവാം, റവന്യൂ പേയ്മെൻറ്റ് ഉണ്ടാവാം, ക്യാപിറ്റൽ പേയ്മെൻറ്റ് ഉണ്ടാവാം, കറണ്ട് ഇയർ ഐറ്റംസ് ഉണ്ടാവാം, പ്രീവിയസ് ഇയർ ഐറ്റംസ് ഉണ്ടാവാം, നെക്സ്റ്റ് ഇയറിലേക്കുള്ള ഐറ്റംസ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് വളരെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2, exclude the opening and closing balance of cash and bank as they are not an income. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തുടങ്ങുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടായിരിക്കും. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അവസാനിക്കുന്നതും ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്ലോസിംഗ് ബാലൻസ് വെച്ചിട്ടായിരിക്കും. അതൊരു റവന്യൂ എക്സ്പെൻസോ അല്ലാത്തത് കൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് നമ്മളത് പരിഗണിക്കുന്നതേ ഇല്ല. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും നമ്മൾ ഒഴിവാക്കുന്നു. സ്റ്റെപ്പ് നമ്പർ 3, exclude the capital receipts and capital payments as these are to be shown in the balance sheet. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നുമാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റവന്യൂ റെസീറ്റ്സ് ഉണ്ടാവാം, ക്യാപിറ്റൽ റെസീറ്റ്സ് ഉണ്ടാവാം, റവന്യൂ പേയ്മെൻറ്റ് ഉണ്ടാവാം, ക്യാപിറ്റൽ പേയ്മെൻറ്റ് ഉണ്ടാവാം. ഇതിൽ നിന്നും ക്യാപിറ്റൽ റെസീറ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റും നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് എഴുതി വെക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അത് എഴുതി വെക്കുന്നില്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ റെസീറ്റും റവന്യൂ പേയ്മെൻറ്റും മാത്രമേ നമ്മൾ എഴുതി വെക്കുന്നുള്ളൂ. സോ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ക്യാപിറ്റൽ റെസീറ്റും ക്യാപിറ്റൽ പേയ്മെൻറ്റും നമ്മൾ ഒഴിവാക്കുന്നു. സ്റ്റെപ്പ് നമ്പർ 4, കൺസിഡർ ഓൺലി ദ റവന്യൂ റെസീറ്റ്സ് ടു ബി ഷോൺ ഇൻ ദ ഇൻകം സൈഡ് ഓഫ് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വിത്ത് ഡ്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ഇൻകം സൈഡിൽ നമ്മൾ എഴുതി വെക്കുക റവന്യൂ റെസീറ്റ്സ് മാത്രമാണ്. അതിലേതെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി പരിഗണിച്ചിട്ടാണ് റവന്യൂ റെസീറ്റ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ നമ്മൾ എഴുതി വെക്കുക. സോ ദാറ്റ് ഈസ് സ്റ്റെപ്പ് നമ്പർ 4. സ്റ്റെപ്പ് നമ്പർ 5, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ റവന്യൂ എക്സ്പെൻസ് ആണ് നമ്മൾ എഴുതി വെക്കുക. അതിലേതെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മൾ റവന്യൂ എക്സ്പെൻസ് എഴുതി വെക്കുക. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 6, കൺസിഡർ ദ ഫോളോയിങ് ഐറ്റംസ് നോട്ട് അപ്പിയറിംഗ് ഇൻ ദ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ദാറ്റ് നീഡ് ടു ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഫോർ ഡിറ്റർമിനിങ് ദ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ഫോർ ദ കറണ്ട് ഇയർ. കൃത്യമായ സർപ്ലസോ ഡെഫിസിറ്റോ കാണുന്നതിന് വേണ്ടി റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഇല്ലാത്ത ചില ഐറ്റംസ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പരിഗണിക്കേണ്ടി വരും.
ആ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതൊക്കെയാണ്. ഡിപ്രിസിയേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ അതും കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് കണ്ടെത്തേണ്ടത്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി പരിഗണിച്ചതിന് ശേഷമാണ് നമ്മൾ സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് കണ്ടെത്തേണ്ടത്. ഇനി നമുക്ക് നേരത്തെ പഠിച്ച റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇപ്പോൾ പഠിച്ച ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. 3 കോളങ്ങളായിട്ടാണ് നമ്മളിതിൻ്റെ ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് കോളം ബേസിസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ, സെക്കൻഡ് കോളം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, തേർഡ് കോളം റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഫസ്റ്റ് പോയിന്റ് നാച്ചർ. Income and expenditure account, it is like as profit and loss account. Receipt and payment account, it is a summary of the cash book. Income and expenditure account just like profit and loss account. നമ്മൾ സാധാരണ ബിസിനസ് ഓർഗനൈസേഷൻസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ പേരാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി എ സമ്മറി ഓഫ് ദ ക്യാഷ് ബുക്ക്. ഒരു വർഷമായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ക്യാഷ് ബുക്കിലെ ട്രാൻസാക്ഷൻസിൻ്റെ ഒരു സമ്മറിയാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. സെക്കൻഡ് പോയിന്റ് നാച്ചർ ഓഫ് ഐറ്റംസ്. ഇറ്റ് റെക്കോർഡ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് റവന്യൂ നാച്ചർ ഓൺലി. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ റെസീറ്റും റവന്യൂ പേയ്മെൻറ്റും അല്ലെങ്കിൽ റവന്യൂ ഇൻകവും റവന്യൂ എക്സ്പെൻഡിച്ചറും മാത്രമേ നമ്മൾ രേഖപ്പെടുത്തുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ റവന്യൂ സ്വഭാവമുള്ള ഐറ്റംസ് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നുള്ളൂ. പക്ഷേ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അങ്ങനെയല്ല. ഇറ്റ് റെക്കോർഡ്സ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് റവന്യൂ ആസ് വെൽ ആസ് ക്യാപിറ്റൽ നാച്ചർ. റവന്യൂ ഐറ്റംസും ക്യാപിറ്റൽ ഐറ്റംസുമായിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തും. ഒരിക്കൽ കൂടി, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് മാത്രമാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റവന്യൂ ആസ് വെൽ ആസ് ക്യാപിറ്റൽ ഐറ്റംസും നമ്മൾ രേഖപ്പെടുത്തും. തേർഡ് വൺ, പീരീഡ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഐറ്റംസ് റിലേറ്റ് ഓൺലി ടു ദ കറണ്ട് പീരീഡ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് റവന്യൂ ഐറ്റംസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ആ ഒരു കറണ്ട് ഇയറിലെ എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകം മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നുള്ളൂ. ആ ഒരു വർഷം എന്ത് കിട്ടി, എത്ര കൊടുത്തു എന്ന് മാത്രമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ രേഖപ്പെടുത്തുക. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ അങ്ങനെയല്ല. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് മേ ഐറ്റംസ് റിലേറ്റ് ടു ദ പ്രിസീഡിംഗ് ആൻഡ് സക്സീഡിംഗ് പീരീഡ്സ്. കഴിഞ്ഞ വർഷത്തേത് കിട്ടിയാലും അടുത്ത വർഷത്തേത് കിട്ടിയാലും ഈ വർഷത്തേതുമൊക്കെ രേഖപ്പെടുത്തുന്ന അക്കൗണ്ടാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഫോർത്ത് വൺ, ഡെബിറ്റ് സൈഡ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ്സ് എക്സ്പെൻസസ് ആൻഡ് ലോസസ്. എക്സ്പെൻസുകളാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ്സ് റെസീറ്റ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അത്. റെസീറ്റ്സ് ആണ് ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക. ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ്സ് ഇൻകം ആൻഡ് ഗെയിൻസ്. ഇൻകവും ഗെയിൻസുമാണ് ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുന്നതെങ്കിൽ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിൽ പേയ്മെൻറ്റ്സ് ആണ് രേഖപ്പെടുത്തിയത് എന്ന് നമുക്കറിയാം. ഡിപ്രിസിയേഷൻ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡിപ്രിസിയേഷൻ ഉൾപ്പെടും. പക്ഷേ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഡസ് നോട്ട് ഇൻക്ലൂഡ്സ് ദ ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ പരിഗണിക്കുന്നതേ ഇല്ല. ഓപ്പണിംഗ് ബാലൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ദർ ഇസ് നോ ഓപ്പണിംഗ് ബാലൻസ്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തുടങ്ങുന്നത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് തുടങ്ങിയ ഓപ്പണിംഗ് ബാലൻസുകൾ വെച്ചിട്ടായിരിക്കും. ക്ലോസിംഗ് ബാലൻസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആയിരിക്കും. ആ ബാലൻസിനെ ഒന്നുകിൽ സർപ്ലസ് എന്നോ അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്നോ നമുക്ക് വിളിക്കാവുന്നതാണ്. പക്ഷേ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് അറ്റ് ദ എൻഡ്. അവസാനത്തിൽ ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണ്, ക്യാഷ് അറ്റ് ബാങ്ക് എത്രയാണ് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് കണ്ടെത്തുന്നത്. ഒരു റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് കിട്ടിയാൽ അതിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടാണിത്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ശ്രദ്ധിക്കുക. റെസീറ്റ് സൈഡിൽ ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് ആസ് ഓൺ April 1, 2014 20,000. ക്യാഷ് അറ്റ് ബാങ്ക് ആസ് ഓൺ April 1, 2014 35,000. പിന്നെ റെസീറ്റ് സൈഡിൽ സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. 2013-14 30,000, 14-15 2,25,000, 2015-16 10,000. കഴിഞ്ഞ വർഷത്തെ 30,000, ഈ വർഷത്തെ 2,25,000, അടുത്ത വർഷത്തേക്കുള്ള 10,000 അടക്കം 2,65,000 റുപ്പീസ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ.
donation for building 60,000, entrance fees 23,000, life membership fee 20,000, interest on investment in government securities 18,000, locker rent 42,000. Payment side printing and stationery 38,750, lighting 26,250, rates and taxes 17,000, telephone charges 2,600, postage and courier 2,000, wages and salaries 88,000, insurance premium 15,000, purchase of government securities 2 lakhs. ലാസ്റ്റ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്ന രീതിയിൽ ക്യാഷ് ഇൻ ഹാൻഡ് 23,400, ക്യാഷ് അറ്റ് ബാങ്ക് 70,000, ടോട്ടൽ 4,83,000 ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് 23,400 ആണ്, ക്യാഷ് അറ്റ് ബാങ്ക് 70,000 ആണ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഈ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ അതെങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് കൃത്യമായിട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. അതിൽ നിന്നും ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ക്ലോസിംഗ് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതൊരു ഇൻകമോ എക്സ്പെൻഡിച്ചറോ അല്ലാത്തത് കൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് നമ്മളത് പരിഗണിക്കേണ്ടതില്ല. ബാക്കിയുള്ള റെസീറ്റ്സിൽ നിന്നും പേയ്മെൻറ്റ്സിൽ നിന്നുമാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുന്നു. ഏറ്റവും മുകളിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് March 31, 2015 എഴുതി വെക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുന്നു. ഫസ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ സൈഡാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് റെസീറ്റ്സും ക്രെഡിറ്റ് സൈഡ് പേയ്മെൻറ്റ് സൈഡുമായിരുന്നെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ എമൗണ്ട്, ക്രെഡിറ്റ് സൈഡ് ഇൻകം എമൗണ്ട്. ഇനി നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ എങ്ങനെയാണ് ഐറ്റംസ് രേഖപ്പെടുത്തുക എന്ന് നമുക്കൊന്ന് നോക്കാം. എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് എഴുതാനുള്ള ഐറ്റംസ് ഉണ്ടാവുക റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ പേയ്മെൻറ്റ് സൈഡിലായിരിക്കുമല്ലോ. അപ്പോൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ പേയ്മെൻറ്റ് സൈഡിലെ ഐറ്റംസ് ആണ് എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് നമുക്ക് എഴുതാനുണ്ടാവുക. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ പേയ്മെൻറ്റ് സൈഡാണിത്. അവിടെ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 38,750, ലൈറ്റിംഗ് 26,250, റേറ്റ്സ് ആൻഡ് ടാക്സസ് 17,000, ടെലിഫോൺ ചാർജസ് 2,600, പോസ്റ്റേജ് ആൻഡ് കൊറിയർ 2,000, വേജസ് ആൻഡ് സാലറീസ് 88,000, ഇൻഷുറൻസ് പ്രീമിയം 15,000, പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 2 lakh, ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ക്ലോസിംഗ് ബാലൻസ് 23,400 ആൻഡ് 70,000 ഉണ്ടായിരുന്നു. അതിൽ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ള ഐറ്റംസിൽ എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് എഴുതി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, റവന്യൂ നാച്ചർ ഐറ്റംസ് മാത്രമേ നമ്മൾ ഇങ്ങോട്ട് എഴുതി വെക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻസസ് മാത്രമാണ് എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് നമ്മൾ എഴുതി വെക്കുക. റവന്യൂ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ റിക്കറിങ് ഐറ്റംസ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. ഇടയ്ക്കിടയ്ക്ക് നൽകേണ്ട പേയ്മെൻറ്റ്സിനെയാണ് നമ്മൾ റവന്യൂ പേയ്മെൻറ്റ്സ് എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ലൈറ്റിംഗ്, ഇത് രണ്ടും റവന്യൂ പേയ്മെൻറ്റ്സ് ആണ്. എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് നമുക്ക് മാറ്റി എഴുതാവുന്നതാണ്. റേറ്റ്സ് ആൻഡ് ടാക്സസ് 17,000, ടെലിഫോൺ ചാർജസ് 2,600, പോസ്റ്റേജ് ആൻഡ് കൊറിയർ 2,000, വേജസ് ആൻഡ് സാലറീസ് 88,000, ഇൻഷുറൻസ് പ്രീമിയം 15,000. ഇതൊക്കെ റവന്യൂ പേയ്മെൻറ്റ്സ് ആണ്. എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് മാറ്റി എഴുതാവുന്നതാണ്. പർച്ചേസ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 2 lakhs എന്ന് പറയുന്നത് ഒരു റവന്യൂ പേയ്മെൻ്റ് അല്ല, അതൊരു ക്യാപിറ്റൽ പേയ്മെൻ്റ് ആണ്. ക്യാപിറ്റൽ അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ 2 lakh വിനിയോഗിച്ചിട്ടുള്ളത്. അത് ബാലൻസ് ഷീറ്റിലാണ് എഴുതി വെക്കേണ്ടത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റംസ് മാത്രമേ എഴുതി വെക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കുന്നു. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിലെ ഏകദേശം എല്ലാ ഐറ്റവും എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് നമ്മൾ മാറ്റി എഴുതി. ഇനി ഇൻകം സൈഡിലാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഇൻകം സൈഡിൽ രേഖപ്പെടുത്താനുള്ള ഐറ്റംസ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലെ റെസീറ്റ് സൈഡിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ റെസീറ്റ് സൈഡിൽ എന്തൊക്കെയായിരുന്നു ഐറ്റംസ് ഉണ്ടായിരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. റെസീറ്റ് സൈഡിൽ ഉണ്ടായിരുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു, സബ്സ്ക്രിപ്ഷൻ 3 വർഷത്തേത് ഉണ്ടായിരുന്നു, ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്, എൻട്രൻസ് ഫീസ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ലോക്കർ റെൻറ്റ് തുടങ്ങിയ ഐറ്റംസ് ഒക്കെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസീറ്റ് സൈഡിലുണ്ട്. ഇൻകം സൈഡിലേക്ക് നമ്മൾ മാറ്റി എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 2 എണ്ണമാണ്. ഒന്ന്,
റവന്യൂ ഐറ്റംസ് മാത്രമേ നമ്മൾ രേഖപ്പെടുത്തുന്നുള്ളൂ. റവന്യൂ റെസീറ്റ്സ് മാത്രമേ ഇൻകം സൈഡിൽ എഴുതേണ്ടതുള്ളൂ. രണ്ടാമത്തത് ഈ വർഷത്തെ കണക്കിൽ വരേണ്ട എമൗണ്ട് മാത്രമേ നമ്മൾ എഴുതി വെക്കേണ്ടതുള്ളൂ. ഈ വർഷം കിട്ടിയതും കിട്ടേണ്ടതും മാത്രമാണ് ഇൻകം സൈഡിൽ നമ്മൾ എഴുതി വെക്കുക. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ പരിഗണിക്കില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഒഴിവാക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ വർഷത്തെ 30,000, ഈ വർഷത്തെ 2,25,000, അടുത്ത വർഷത്തെ 10,000 അടക്കം 2,65,000 സബ്സ്ക്രിപ്ഷൻ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ഇൻകം സൈഡിലേക്ക് കറണ്ട് ഇയർ റവന്യൂ ഐറ്റംസ് മാത്രമേ എഴുതി വെക്കേണ്ടതുള്ളൂ. എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഈ വർഷം മാത്രം എത്ര കിട്ടി, എത്ര കിട്ടാനുണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. സോ ഈ വർഷം 2014-15 2,25,000 റുപ്പീസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 30,000 കഴിഞ്ഞ വർഷത്തേതാണ്, 10,000 അടുത്ത വർഷത്തേതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് 2,25,000 മാത്രം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻകം സൈഡിലേക്ക് മാറ്റി എഴുതുന്നു. നെക്സ്റ്റ് ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് ₹60,000. ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഡൊണേഷനാണ്. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് ഒരാൾ ഡൊണേഷൻ നൽകുകയാണെങ്കിൽ അതൊരു ക്യാപിറ്റൽ ഐറ്റമാണ്, ക്യാപിറ്റൽ ഇൻകമാണ്. അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ നമ്മൾ അത് എഴുതി വെക്കുന്നില്ല. നെക്സ്റ്റ് എൻട്രൻസ് ഫീസാണ് 23,000. ഒരു മെമ്പർ ഒരു സ്ഥാപനത്തിലേക്ക് കയറി വരുമ്പോൾ നൽകുന്ന ഫീ ആണിത്. ഇടയ്ക്കിടയ്ക്ക് മെമ്പർമാർ കയറി വരുന്നത് കൊണ്ട് തന്നെ എൻട്രൻസ് ഫീ റെഗുലറായിട്ട് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതൊരു റവന്യൂ ഇൻകമാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. എൻട്രൻസ് ഫീസ് ₹23,000. ലൈഫ് മെമ്പർഷിപ്പ് ഫീ ₹20,000. ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് ഒരു റവന്യൂ ഐറ്റം അല്ല, ക്യാപിറ്റൽ ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇൻകം സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തുന്നില്ല. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ₹18,000. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ ഇൻട്രസ്റ്റ് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ആ ഇൻട്രസ്റ്റ് നമ്മൾക്ക് റെഗുലർ ഇൻ്റർവെല്ലിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതൊരു റവന്യൂ ഇൻകമാണ്. ഇൻകം സൈഡിൽ നമ്മൾ മാറ്റി എഴുതുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ₹18,000. ലോക്കർ റെൻറ്റ്, ചില സ്ഥാപനങ്ങൾ ലോക്കേഴ്സ് റൺ ചെയ്യാറുണ്ട്, അതിന് റെൻറ്റ് ലഭിക്കാറുണ്ട്. അതൊരു റവന്യൂ ഇൻകമാണ്. ലോക്കർ റെൻറ്റ് ₹42,000. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ എല്ലാ ഐറ്റവും നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ബാലൻസ് ചെയ്യാം. എക്സ്പെൻഡിച്ചർ സൈഡ് ഇൻകം സൈഡും നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇൻകം സൈഡാണ് കൂടുതൽ ഉണ്ടാവാറ്. നമ്മളൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കുന്നു. 3,08,000. എക്സ്പെൻഡിച്ചർ സൈഡിലും 3,08,000 എന്ന് എഴുതിയിട്ട് അതിന് ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദ ബാലൻസിങ് ഫിഗർ 1,18,400. അത് സർപ്ലസ് ആണ്, എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. ഇൻകം സൈഡ് കൂടുതലും എക്സ്പെൻഡിച്ചർ സൈഡ് കുറവുമാണ്. അതിന് ഡിഫറൻസ് എന്ന് പറയുന്നതിന് നമ്മൾ സർപ്ലസ് എന്നാണ് വിളിക്കുക. ഏതെങ്കിലും കാരണവശാൽ ഡിഫറൻസ് ക്രെഡിറ്റ് സൈഡിലേക്ക് പോയാൽ അതിൻ്റെ അർത്ഥം എക്സ്പെൻഡിച്ചർ കൂടുതലും ഇൻകം കുറവും എന്നാണ്. അത്തരം സന്ദർഭങ്ങളിൽ അത് ഡെഫിസിറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സർപ്ലസ് ആണ് ലഭിച്ചിട്ടുള്ളത് 1,18,400. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്ന ഏരിയ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.